ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പുക്താനഹോ ഓ ഓ പുക്താനദമിശിഹ ഇങ്ങനെയാണ് ഒന്നാമത്തെ കൂദാശക്രമം, അദ്ദായി മാറിയസ് ലേഖന്മാരുടെ കൂദാശക്രമം ആരംഭിക്കുന്നത്. ഞാൻ പാടിയ പോലെ അല്ല, എനിക്ക് പാടാൻ അറിയില്ല. പിന്നെ സംഗീതമൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ എല്ലാ പോരായ്മയും തിരിച്ചറിയുകയും ചെയ്യും. അല്ലെങ്കിലും പാടാൻ അറിയില്ല. എങ്കിലും പിന്നെ കുറച്ചും കൂടെയൊക്കെ നീട്ടലൊക്കെ ഉണ്ട്. എന്നാലും പുക്താനഗോൻ പുക്താനേത് മിശിഹ എന്ന പ്രാർത്ഥനയോടെയാണ്, അല്ലെങ്കിൽ ആ പ്രയോഗത്തോടെയാണ് ഒന്നാമത്തെ കൂദാശക്രമം എന്നറിയപ്പെടുന്ന അദ്ദായി മാറിയസ് ലേഖന്മാരുടെ കൂദാശക്രമം ആരംഭിക്കുന്നത്. നമ്മൾ എല്ലാ ദിവസവും ചൊല്ലുന്ന കുർബാന, മംഗളവാർത്ത കാലം തൊട്ടുള്ളത് നമ്മൾ വേറൊരു കൂദാശക്രമം ചൊല്ലും. പിന്നെ പെസഹ വ്യാഴാഴ്ചക്ക് മറ്റൊരു കൂദാശക്രമം, അങ്ങനെ മൊത്തം 3 കൂദാശക്രമമാണ് നമുക്കുള്ളത്. ഈ പുക്താനഹോൻ പുക്താനേത് മിശിഹ എന്നതിൻ്റെ മലയാള പരിഭാഷയാണ്, പുക്താനഹോൻ പുക്താനേത് മിശിഹ സുറിയാനിയാണ്. അതിൻ്റെ മലയാള പരിഭാഷയാണ് പാട്ടായിട്ട് അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ എന്ന് പറഞ്ഞ് പാടുന്നത്. ഇതിനകത്ത് ഈ പ്രാർത്ഥനയ്ക്കൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയുണ്ട്. ഇന്ത്യയിലെ മാർത്തോമ നസ്രാണികളുടെ ഇടയിൽ ആരംഭിച്ച് ഇറാഖിലെ കൽദായ കത്തോലിക്ക സഭയിൽ പ്രചരിച്ച പ്രാർത്ഥനയാണ്. മണ്ണൂരമ്പറമ്പലച്ചൻ്റെ ഈ നമ്മുടെ കുർബാന തക്സ തയ്യാറാക്കിയ മണ്ണൂരമ്പറമ്പലച്ചൻ തയ്യാറാക്കിയിരിക്കുന്ന പുസ്തകമാണ് സീറോ മലബാർ സഭയുടെ കുർബാന ഒരു പഠനം വാല്യം 1, തോമസ് മണ്ണൂരമ്പറമ്പിൽ. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനകത്ത് ഒന്നാമത്തെ വാല്യത്തിനകത്ത് ഇതിൻ്റെ ഈ കുർബാനയെക്കുറിച്ച് 2 വാല്യങ്ങളാണുള്ളത്. പിന്നെ അതിന് ചരിത്രം മറ്റൊരു പുസ്തകം. ഇതിൽ വാല്യം 1 പേജ് 58 അദ്ദേഹം അത് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ മാർത്തോമ നസ്രാണികളുടെ ഇടയിൽ ആരംഭിച്ച് ഇറാഖിലെ കൽദായ കത്തോലിക്ക സഭയിൽ പ്രചരിച്ച പ്രാർത്ഥനയാണിത്. അത് വളരെ പ്രധാനപ്പെട്ടതും നമ്മെ സംബന്ധിച്ചിടത്തോളം പൗരത്വ സഭകൾക്കും ആഗോള കത്തോലിക്ക സഭയ്ക്കും നമ്മൾ കൊടുത്ത ഒരു സംഭാവനയാണത്. ദൈവശാസ്ത്ര സംഭാവന, ആധ്യാത്മിക സംഭാവന, സഭാത്മക സംഭാവന. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന ഒരു കാരണവശാലും അതിന് പ്രാധാന്യം കുറയാൻ പാടില്ല. നമ്മുടെ പല വൈദികരും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും എന്ന് വെച്ചിട്ടാണ് കുർബാന ആരംഭിക്കുന്നത്. ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള ഈ മതബോധന ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റിനകത്ത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ അച്ചടിച്ചിട്ടുണ്ട്, മതബോധന വിദ്യാർത്ഥികൾക്ക് വേണ്ടി എന്നും പറഞ്ഞിട്ട്. വാസ്തവത്തിൽ ഇത് അനധികൃതമായ അച്ചടിയാണ്. പ്രൈവറ്റ് സർക്കുലേഷൻ എന്ന പേരിൽ പ്രചരിക്കുന്ന പുസ്തകത്തിലും ചിലയിടത്തൊക്കെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മന് കാണാം. കോപ്പിറൈറ്റ് ലംഘനമാണ്. ഈ തക്സ പ്രിൻ്റ് ചെയ്യാനായിട്ട് മെത്രാൻ സമിതിക്ക് മാത്രമാണ് അവകാശം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മതബോധനോ ആരൊക്കെ ചെയ്താലും അത് കോപ്പിറൈറ്റ് ലംഘനമാണ്. വാസ്തവത്തിൽ മെത്രാന്മാർ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മതബോധന ഡയറക്ടർക്കും അതിൻ്റെ കേന്ദ്രത്തിനെതിരെ കേസ് കൊടുക്കുകയാണ് വേണ്ടത്, കോപ്പിറൈറ്റ് കേസ്. അവർക്ക് അങ്ങനെ അധികാരമില്ല. പ്രൈവറ്റ് സർക്കുലേഷൻ പറഞ്ഞിട്ട് പള്ളിയിൽ മുഴുവൻ വിതരണം ചെയ്താൽ അത് പ്രൈവറ്റ് സർക്കുലേഷൻ അല്ലല്ലോ, അത് പബ്ലിക് സർക്കുലേഷൻ അല്ലേ. പ്രൈവറ്റ് സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും സ്വകാര്യമായിട്ടുള്ളത്, പള്ളിയിൽ വിതരണം ചെയ്താൽ പബ്ലിക് അല്ലേ. അങ്ങനെ പ്രൈവറ്റ് സർക്കുലേഷൻ എഴുതുകയും പബ്ലിക്കായിട്ട് വിതരണം ചെയ്യുകയും ചെയ്യുന്ന അങ്ങനെയുള്ള പുസ്തകത്തിൽ ഈ ബന്ധപ്പെട്ട അധികാരികളുടെ കയ്യിൽ നിന്ന് കോപ്പിറൈറ്റ് വാങ്ങിക്കാതെ ചെയ്താൽ ഭയങ്കര വലിയ ശിക്ഷയാണത്, സ്വത്ത് കണ്ടു കെട്ടും. അങ്ങനത്തെ ശിക്ഷയുള്ള ഒരു കോപ്പിറൈറ്റ് ലംഘനമാണ് ഈ ചെയ്തിരിക്കുന്നത്. തക്സയിൽ നമ്മുടെ മെത്രാന്മാർ അംഗീകരിച്ച് മാർപ്പാപ്പ അനുവദിച്ച് തന്നിരിക്കുന്ന തക്സയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും എന്നില്ല. ചില സ്ഥലത്ത് അത് നിലനിന്നിരുന്നു എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ മെത്രാന്മാർ അനുവദിച്ചിട്ടുണ്ടാകാം. അത് താൽക്കാലികമാണ്, ഒഴികഴിവാണ്. കുറച്ച് കഴിയുമ്പോൾ നിർത്തിക്കളയണം. അത് ശാശ്വതീകരിക്കാനല്ല, നൈരന്തര്യമാക്കാനല്ല, എല്ലാ ദിവസവും ചൊല്ലാൻ വേണ്ടിയിട്ടല്ല. കുറച്ച് കഴിയുമ്പോൾ നിലനിന്നൊരു സംഗതി സ്ഥിരമാക്കണമെങ്കിൽ അത് തക്സിൽ പ്രിന്റ് ചെയ്യുമായിരുന്നു. സ്ഥിരമാക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം കുറച്ച് നാളത്തേക്ക് കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് നിർത്തിക്കളയണമെന്നാണ്. ഈ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും വെച്ച് കുർബാന ആരംഭിക്കണമെന്ന് തലശ്ശേരിയിലെ വൈദികർ പാമ്പളാനി പിതാവിനോട് പറഞ്ഞു. അപ്പോൾ പാമ്പളാനി പിതാവ് പറഞ്ഞു, ആരംഭിക്കാം, പള്ളിയിൽ പറ്റില്ല, നിങ്ങൾ സങ്കീർത്തനത്തിൽ തുടങ്ങിക്കോ. പള്ളിയിൽ വന്നിട്ട് പുക്താനഹോൻ പുക്താനേത് മിശിഹ അങ്ങനെ പറ്റൂ എന്ന് പാമ്പളാനി പിതാവ് തലശ്ശേരി പറഞ്ഞു.
അതേ മെത്രാപ്പൊലിത്തയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരി മെത്രാപ്പൊലിത്ത. അവിടെ അദ്ദേഹം എന്തുകൊണ്ട് ഇത് അനുവദിക്കുന്നുവെന്നും ഇങ്ങനെ സ്വകാര്യ ഉപയോഗത്തിനെന്ന് പറഞ്ഞിട്ട് കോപ്പിറൈറ്റ് ലംഘിച്ച് ഇങ്ങനെ അല്ലെങ്കിൽ മതബോധനത്തിൻ്റെ ടെക്സ്റ്റിലൊക്കെ എന്തുകൊണ്ട് പിതാവിനും പുത്രനൊക്കെ അച്ചടിക്കാനായിട്ട് അനുവദിക്കുന്നു എന്ന കാര്യം അദ്ദേഹത്തോട് ചോദിക്കുക, എനിക്കറിയില്ല. ഏതായാലും തലശ്ശേരിയിൽ അദ്ദേഹം പറഞ്ഞത്, വൈദികരോട് പറഞ്ഞത്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെ തുടങ്ങാൻ പറ്റില്ല, അങ്ങനെ തുടങ്ങണമെന്ന് നിർബന്ധമുള്ള ഒരു സങ്കീർത്തി അത് ചൊല്ലിക്കോ, പള്ളിയകത്ത് വന്നിട്ട് ചൊല്ലാൻ കഴിയില്ല. എന്ന് വെച്ചാൽ കുർബാന ആരംഭിക്കുമ്പോൾ അത് പുക്താനഹോൻ പുക്താനത്തെ മിശിക വെച്ചേ കുർബാന ആരംഭിക്കാവൂ എന്ന് പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെയും വെക്കുന്നത്? പലരും ലത്തീൻ ക്രമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെയും വെച്ച് ചൊല്ലുന്നു എന്ന് ഒരു ധാരണയുള്ളത് കൊണ്ട്, വാസ്തവത്തിൽ തെറ്റിദ്ധാരണയാണ്. ലത്തീൻ റീത്തിൽ പ്രവേശക ഗാനം ഇല്ലെങ്കിൽ പ്രവേശക പ്രഭണിതം ചൊല്ലിക്കൊണ്ടാണ് കുർബാന ആരംഭിക്കുന്നത്. എൻട്രൻസ് ആൻറ്റിഫൺ എന്ന് പറയും, അതിനെയാണ് പ്രവേശക പ്രഭണിതം എന്ന് പറയുന്നത്. ലത്തീൻ റീത്തിൽ പ്രവേശക ഗാനം ഇല്ലെങ്കിൽ പ്രവേശക പ്രഭണിതം, എൻട്രൻസ് ആൻറ്റിഫൺ ചൊല്ലിക്കൊണ്ടാണ് കുർബാന ആരംഭിക്കുന്നത്. കുരിശു വരച്ചുകൊണ്ടല്ല ലത്തീൻ സഭയിലെ ദിവ്യബലി ആരംഭിക്കുന്നത്. റോമൻ മിസാളിലുള്ള 47-48 നിർദ്ദേശങ്ങൾ ഞാനിങ്ങനെ വായിക്കാം. മലയാളത്തിൽ അത് നമ്മുടെ കേരളത്തിൽ ലത്തീൻ സമുദായത്തിൽപ്പെട്ട ലത്തീൻ റീത്തിൽപ്പെട്ട അച്ഛന്മാർ ചൊല്ലുന്ന മിസാളിലെ 47-48 നിർദ്ദേശങ്ങളാണ് ഞാനിപ്പോൾ വായിക്കുന്നത്. ജനങ്ങൾ സമ്മേളിച്ച ശേഷം പുരോഹിതൻ ഡീക്കനോടും ശുശ്രൂഷകരോടും കൂടി പ്രവേശിക്കുമ്പോൾ പ്രവേശക ഗാനം ആരംഭിക്കുന്നു. ഈ ഗാനത്തിന് ഉദ്ദേശങ്ങൾ അനുഷ്ഠാനത്തിന് ആരംഭം കുറിക്കുക, പിതാവിനും പുത്രനും വെച്ചിട്ടല്ല. സമ്മേളിച്ചിരിക്കുന്ന ജനങ്ങളുടെ ഐക്യം ദൃഢപ്പെടുത്തുക, ആരാധനക്രമ കാലങ്ങളുടെയോ തിരുനാളുകളുടെയോ രഹസ്യത്തിലേക്ക് അവരുടെ ചിന്തകൾ നയിക്കുക, പുരോഹിതന്റെയും ശുശ്രൂഷകരെയും പ്രവേശക പ്രദക്ഷിണത്തിന് അകമ്പടി സേവിക്കുക എന്നിവയാണ്. ഇതാണ് നിർദ്ദേശം 47, പേജ് 34. റോമൻ മിസാൾ എന്ന് പറയുന്ന അവരുടെ തക്സയ്ക്കാണ് റോമൻ മിസാൾ എന്ന് പറയണേ. അതിൻ്റെ പേജ് 34, നിർദ്ദേശം 47. 48 നിർദ്ദേശം: പ്രവേശക ഗാനം ഗായക സംഘവും ജനങ്ങളും ഒന്നിച്ചോ, ഗായകനും ജനങ്ങളും ഒരുമിച്ചോ, മുഴുവൻ ജനങ്ങളുമായോ, ഗായക സംഘം തനിയെയോ ആലപിക്കാവുന്നതാണ്. അവിടെ ചോയ്സ് കൊടുത്തിട്ടുണ്ട്, ഇതിൽ ഏതെങ്കിലും ഒന്നേ പറ്റൂ. റോമൻ ധ്യാന ഗീതിയുടെയോ ലളിത ധ്യാന രീതിയുടെയോ പ്രഭണിതങ്ങളും സങ്കീർത്തനങ്ങളും ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഏതൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് കൃത്യമായിട്ട് മെത്രാന്മാർ അംഗീകരിച്ച തക്സിൽ എഴുതിയിട്ടുണ്ടാവും, മിസാളിൽ എഴുതിയിട്ടുണ്ടാവും. അത് എഴുതിയിരിക്കുന്ന ഇവിടെ. അല്ലെങ്കിൽ തിരുക്കർമ്മത്തിനോ അതത് ദിനത്തിന് കാലത്തിനോ യോജിച്ച മറ്റേതെങ്കിലും ഒരു ഗാനം ഉപയോഗിക്കാം. അത്തരം ഗാനങ്ങളിലെ വാക്കുകൾ മെത്രാന്മാരുടെ സമിതി അംഗീകരിച്ചിട്ടുള്ളതായിരിക്കണം. മെത്രാൻ സമിതി അംഗീകരിക്കാത്ത ഒരു ഗാനവും ലിറ്റർജിയിൽ ഉപയോഗിക്കാൻ പാടില്ലെന്ന് റോമൻ മിസാളിലെ ലത്തീൻ സഭ എഴുതി വെച്ചിരിക്കുന്നു. ഇത് നമ്മൾ ലതീനിലെ പാട്ട് പാടുമ്പോൾ മാറി പാടില്ല, നൊവേനയ്ക്ക് മാറി പാടില്ല, പിന്നെ കുർബാനയിൽ വരുമ്പോൾ തോന്നിവാസായി. ഇത് എന്തൊരു മൂല്യച്യുതിയാണിത്. ലതീനിലെ പാട്ട് മാറി പാടുന്നില്ല, നൊവേനയിലെ മാറി പാടുന്നില്ല. അതൊക്കെ നമ്മൾ സൃഷ്ടിച്ച പ്രാർത്ഥനകളാണ്. കർത്താവ് തന്ന ലിറ്റർജിയിൽ തോന്നിവാസം. ഇനി അടുത്ത കാര്യം 48 നിർദ്ദേശത്തിൽ അടുത്ത കാര്യം: പ്രവേശക സമയത്ത് ഗാനാലാപനം ഇല്ലാത്ത പക്ഷം മിസാളിലുള്ള പ്രഭണിതം ജനങ്ങൾ ഒരുമിച്ചോ ഏതാനും പേർ ചേർന്നോ പാഠകൻ തനിയെയോ ചൊല്ലുന്നു. പ്രവേശക സമയത്ത് ഗാനാലാപനം ഇല്ലാത്ത പക്ഷം മിസാളിലുള്ള പ്രവേശക പ്രഭണിതം ജനങ്ങൾ ഒരുമിച്ചോ ഏതാനും പേർ ചേർന്നോ പാഠകൻ തനിയെയോ ചൊല്ലുന്നു. അല്ലെങ്കിൽ പുരോഹിതൻ തന്നെ ഈ പ്രഭണിതം ചൊല്ലുകയോ തൻ്റെ ആമുഖ വിശദീകരണത്തോട് അനുരൂപപ്പെടുത്തുകയോ ചെയ്യുന്നു. നിർദ്ദേശം 48. ചുരുക്കത്തിൽ ലത്തീൻ ക്രമത്തിലുള്ള ദിവ്യബലിയും കുരിശാടയാളത്തോടെയല്ല ആരംഭിക്കുന്നത്, പ്രവേശക ഗാനത്തോടെയോ പ്രവേശക പ്രഭണിതത്തോടെയോ ആണ്. ഇത് മനസ്സിലാക്കാതെയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും വെച്ചാണ് കുർബാന ആരംഭിക്കുന്നതെന്ന് കരുതിയിട്ടാണ് സീറോ മലബാർ സഭയിൽ, ലത്തീൻ റീത്തിൽ സീറോ മലബാർ സഭ പൗരസ്ത്യ സഭയാണ്, ഈ ലത്തീൻ റീത്തിൽ അങ്ങനെയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് സീറോ മലബാറിലും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവ് വേണമെന്ന് പറയുന്നത്. ഞാൻ റോമൻ മിസാളിലെ കാര്യം അങ്ങനെ തന്നെ വായിക്കുകയാണ്. എൻ്റെ കയ്യിൽ റോമൻ മിസാളുണ്ട്, സീറോ മലബാറിൻ്റെ ടെക്സ്റ്റ് ഉണ്ട്. ഞാൻ കിട്ടാവുന്ന എല്ലാം ശേഖരിക്കുന്ന ഒരാളാണ്. വീണ്ടും പറയട്ടെ, നമ്മുടെ കുർബാന ആരംഭിക്കുന്നത് പുക്താന ഹോൻ പുക്താനത് മിശിക എന്ന പ്രാർത്ഥനയോടെയാണെന്ന് ആവർത്തിക്കുകയാണ്. ഈ സുറിയാനി പ്രയോഗത്തിൻ്റെ മലയാളമാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൽപ്പനയനുസരിച്ച് ഈ കുർബാന ആരംഭിക്കാം.
അപ്പോൾ മിശിഹായുടെ കൽപ്പന അനുസരിച്ചാണല്ലോ നാം ഇത് അർപ്പിക്കുന്നത്. ഇത് ഗദ്യരൂപത്തിൽ, പദ്യരൂപത്തിൽ അല്ലെങ്കിൽ ഗാനരൂപത്തിൽ അന്ന പെസഹ തിരുനാളിൽ കർത്താവിന്റെ കൽപ്പന പോൽ. ഈ നമ്മൾ പൗരസ്ത്യ സുറിയാനിക്കാരാണ്. സെമിറ്റിക് പാരമ്പര്യത്തിലുള്ള, സെമിറ്റിക് എന്ന് വെച്ചാൽ ഷേം, നോഹയുടെ മകൻ ഷേം, ആ യഹൂദന്മാരുടെയൊക്കെ വംശത്തെ പറയുന്നതാണ് സെമിറ്റിക്. കർത്താവീശോമിശിയുടെ വംശത്തെ പറയുന്ന പേരാണ് സെമിറ്റിക്. ആ സെമിറ്റിക് പാരമ്പര്യത്തിൽ സുറിയാനി ഭാഷയും ഈശോമിശിക സംസാരിച്ച അരാമിയ ഭാഷയും തമ്മിൽ വളരെയധികം അടുപ്പമുണ്ട്. ഏതാണ്ട് ഒരു ഭാഷയാണ് തോന്നിക്കത്തക്ക വിധം അടുപ്പമുണ്ട്. അവയ്ക്ക് പഴയ നിയമം എഴുതപ്പെട്ട സെമിറ്റിക് ഭാഷയായ ഹീബ്രു ഭാഷയുമായും വളരെ അടുപ്പമുണ്ട്. ഹീബ്രു ഭാഷയിൽ പഖാദ് എന്ന ധാതുവിന് ക്രിയാരൂപത്തിന് സന്ദർശിക്കുക, ചുമതലപ്പെടുത്തുക, കൽപ്പിക്കുക എന്നൊക്കെ അർത്ഥം. അരാമിയ ഭാഷയിൽ പേഖാദ് എന്നാണ്. പേഖാദ് അതിന് കൽപ്പിക്കുക, ഉത്തരവാദിത്തപ്പെടുത്തുക അല്ലെങ്കിൽ ചുമതലപ്പെടുത്തുക എന്നൊക്കെ അർത്ഥം ഈ അരാമിയ ഭാഷയിൽ. അപ്പോൾ ഹീബ്രു, അരാമിയ, സുറിയാനി ഒരേ അർത്ഥമാണ്. സുറിയാനിയിലും പേഖാദ് എന്ന വാക്കിന് ഓർഡർ നൽകുക, കൽപ്പിക്കുക, ചുമതലപ്പെടുത്തുക എന്നൊക്കെ അർത്ഥം. അതിൽ നിന്ന് ഉരുത്തിരി എന്ന നാമപദമാണ് പുക്കദാന, കൽപ്പന, ചുമതലപ്പെടുത്തൽ എന്നൊക്കെ അർത്ഥം. വാസ്തവത്തിൽ ദൈവത്തിൻ്റെയോ അധികാരമുള്ള വ്യക്തിയുടെയോ നിയമം, ആജ്ഞ എന്നതിനെയാണ് സുറിയാനി ഭാഷയിൽ പുക്കദാന എന്ന് വിളിക്കുന്നത്. പുക്താന എന്നതിനോട് കോൻ എന്ന പ്രത്യയം ചേർക്കുന്നു, പുക്താന ഹോൻ. അപ്പോൾ പുക്താന ഹോൻ എന്ന് കിട്ടുന്നു. കോൻ എന്ന പ്രത്യയത്തിന് നിങ്ങളുടെ എന്നാണ് അർത്ഥം. നിങ്ങളുടെ കൽപ്പനയനുസരിച്ച് എന്ന് വൈദികൻ തുടക്കത്തിൽ ചോദിക്കുക. നിങ്ങളുടെ കൽപ്പനയനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ചുമതലപ്പെടുത്തിയതനുസരിച്ച്. 1986 തക്സയിൽ, അതായത് മാർപ്പാപ്പ ഏത് തക്സ ഉപയോഗിച്ച് കോട്ടയത്ത് വെച്ച് ഈ കുർബാന ഉദ്ഘാടനം ചെയ്തോ ആ തക്സയിൽ നിങ്ങളുടെ കൽപ്പനയനുസരിച്ചെന്നാണ്. നിങ്ങളുടെ കൽപ്പനയനുസരിച്ച്, നിങ്ങളുടെ. ഇപ്പോഴത്തെ തക്സയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൽപ്പന അനുസരിച്ച് നാക്കി. നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ ആളുകൾ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടോ എന്തോ ഇപ്പം നമുക്ക് നാക്കി. നിങ്ങൾക്ക് ലഭിച്ച നിങ്ങളുടെ കൽപ്പന അനുസരിച്ച് ഈ കുർബാന ആരംഭിക്കട്ടെ എന്നാണ് വൈദികൻ ചോദിക്കുന്നത്. മറുപടിയായിട്ട് ജനം പറയാണ്, ഞങ്ങളുടെ കൽപ്പനയല്ലല്ലോ പുക്താനേത് മിശിഹ, ഞങ്ങളുടെ കൽപ്പനയല്ല, മിശിഹായുടെ കൽപ്പനയാണ് പുക്താനേ. അത് ശരിക്കും പറഞ്ഞാൽ ബഹുവചനമാണ്. കൽപ്പനകൾ എന്നാണ് അർത്ഥം. മിശിഹായുടെ കൽപ്പനകൾ അനുസരിച്ച് എന്നാണ്. മിശിഹായുടെ കൽപ്പനകൾ അനുസരിച്ച് അങ്ങ് ബലിയർപ്പിച്ചാലും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുക്കദാനേ ദ മിശിഹ. മിശിഹായുടെ കൽപ്പന അനുസരിച്ചാണല്ലോ നാം ഇത് ചെയ്യുക എന്നാണ് 1986 തക്സയിൽ. ഇപ്പോഴത്തെ തക്സയിൽ മിശിഹായുടെ കൽപ്പന അനുസരിച്ചാണല്ലോ നാം ഇത് ചെയ്യുന്നത്. ചെറിയൊരു വ്യത്യാസമുണ്ട്. മിശിഹായുടെ കൽപ്പനകൾ എന്നാണ് സമൂഹം പ്രത്യക്ഷരിക്കുന്നത്. അങ്ങേക്ക് നിത്യപുരോഹിതനായ മിശിഹ നൽകിയ പൗരോഹിത്യമുണ്ട്, അതാണ് അങ്ങയെ ബലിയർപ്പിക്കാൻ അർഹനാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹം വൈദികന്റെ ബലിയർപ്പിക്കൽ അധികാരം അംഗീകരിക്കുകയും സഹകരണവും സജീവ ഭാഗഭാഗിത്വവും വാഗ്ദാനം ചെയ്യുകയാണ്. ഇല്ലേ, മിശിഹായുടെ കൽപ്പനകൾ എന്ന് പറഞ്ഞല്ലോ, നമ്മൾ അതിലേക്ക് വരും. കാർമികൻ നിങ്ങളുടെ കൽപ്പനയാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൽപ്പനകളാൽ അവിടുത്തെ തിരുനാമത്തിന് സ്തുതി എന്ന് സമൂഹം മറുപടി പറയാണ്. ഹുത്താമ ചൊല്ലി മുദ്ര വയ്ക്കുന്ന പ്രാർത്ഥന, ഹുത്താമയോടുകൂടി അവസാനിക്കുന്ന എല്ലാ തിരുക്കർമ്മങ്ങളിലും ഈ വാചകം എഴുതപ്പെട്ടാലും ഇല്ലെങ്കിലും ഇന്നും ഉപയോഗത്തിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകം ഉണ്ടല്ലോ, മണ്ണൂറമ്പറമ്പലച്ചൻ്റെ പുസ്തകം, കുർബാന ഒരു പഠനം, സീറോ മലബാർ സഭയുടെ കുർബാന, അദ്ദായിമാർ സ്ലീഹന്മാരുടെ കുർബാന ഒരു പഠനം, ഒന്നാമത്തെ കൂദാശക്രമം ഒരു പഠനം, വാല്യം 1 പേജ് 57 അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏത് കൽപ്പന, ആരുടെ കൽപ്പന? മിശിഹായുടെ കൽപ്പനകൾ എന്ന് നമുക്കറിയാം. മിശിഹായുടെ കൽപ്പനകൾ അനുസരിച്ചെന്ന് പ്രത്യധരിക്കുമ്പോൾ ദൈവം ഏത് കൽപ്പനയിലേക്കാണ്, ഏതെല്ലാം കൽപ്പനകളാണ് ദൈവം നൽകിയിരിക്കുന്നത്, അതിലേക്ക് അവർ കൈ ചൂണ്ടാണ്. ഏതാണ് ഈ പറഞ്ഞ ദൈവം നൽകിയിരിക്കുന്ന കൽപ്പനകൾ, മിശിഹ നൽകിയിരിക്കുന്ന കൽപ്പനകൾ? വിശുദ്ധ കുർബാനയുടെ സ്ഥാപന വിവരണത്തിന് അന്ത്യത്തിൽ കാർമികൻ ഇങ്ങനെ പറയുന്നു: ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. ഈശോയുടെ 3 തിരുവചനങ്ങളാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. 3 തിരുവചനങ്ങൾ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ.
ഇങ്ങനെ 3 തിരുവചനങ്ങളുടെ കൂട്ടായ്മയാണ് ഈ സ്ഥാപന വിവരണത്തിന്റെ അന്ത്യത്തിൽ കാർമികൻ പറയുന്നത്. ഞാൻ ഈ ചെയ്തത് നിങ്ങളെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. ഈ 3 തിരുവചനങ്ങളുടെ കൂട്ടായ്മയാണ് ഇവിടെ മിശിഹായുടെ കൽപ്പനകൾ എന്ന് ബഹുവചനത്തിൽ ഉദ്ദേശിക്കുന്നത്. ഈ 1 കൊരിന്തോസ് 11:23-24 നമ്മൾ ഇങ്ങനെ കാണുന്നു. എന്നാൽ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്: കർത്താവായ യേശു താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം മുറിച്ച് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവൻ. ഇതാണ് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവൻ. ഒരു വചനം അതാണ് തിരുവചനം 1 കൊരിന്തോസ് 11:23-24. ഇക്കാര്യം ലൂക്കാസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവൻ. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞതിന് ശേഷം അന്ത്യത്താഴത്തിലാണ് കുർബാന സ്ഥാപിച്ചെന്ന് പലരൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അപ്രകാരം അത്താഴം കഴിഞ്ഞതിന് ശേഷം എന്നാണ് ലൂക്കാസ് എഴുതിയിരിക്കുന്നത്. ലത്തീൻ സഭയിൽ ഈ സ്ഥാപന വാക്യങ്ങൾ പറയുമ്പോൾ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുന്നാണ്. അത്താഴത്തിന് ശേഷം ഇതൊന്നും നമ്മൾ കേട്ടിട്ടും കേൾക്കാതെ പോകുന്ന പോലെയാണ്. അന്ത്യത്താഴത്തിന് ശേഷമാണ് പാനപാത്രം ആശീർവദിക്കുന്നത്. അന്ത്യത്താഴത്തിൽ എന്നും കുർബാന സ്ഥാപിച്ചെന്ന് പറഞ്ഞാലും അന്ത്യത്താഴത്തിന് ശേഷം ചില സംഗതികൾ നടന്നിട്ടുണ്ട്. അപ്പൊ കർത്താവിൻ അന്ത്യത്താഴം എന്ന് പറയുന്നത് ഒരു വലിയ രഹസ്യമാണ്. അതിന് വെറും ഒരു പെസക അത്താഴമായിട്ടും പെസക ഊട്ടായിട്ടൊന്നും ചുരുക്കി കളയരുത്. പോട്ടെ, അത്താഴം കഴിഞ്ഞതിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടി ആകുന്നു. ലൂക്കാസിന്റെ സുവിശേഷം 22-19 വാക്യങ്ങൾ. അപ്പോൾ ഇവിടെയും കാണുന്നുണ്ട്, ഈ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്, നിങ്ങളിത് കുടിക്കുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ വരുന്നത് വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് 3-ാമത്തെ തിരുവചനം 1 കൊരിന്തോസ് 11:25-26. നമ്മുടെ കർത്താവ് 1-ൽ കൂടുതൽ പ്രാവശ്യം ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്ന് കൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ മൂന്നെണ്ണം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനാൽ പുക്താനേത് മിശിക എന്ന് ദൈവജനം പ്രത്യധരിക്കുന്നു. അതായത് മിശികായുടെ വചനങ്ങൾ, മിശികായുടെ കൽപ്പനകൾ അനുസരിച്ച് അങ്ങ് ബലിയർപ്പിച്ചാലും ഞങ്ങൾ ചുമതലപ്പെടുത്തിയത് കൊണ്ടല്ല, ഞങ്ങളുടെ കൽപ്പനയല്ല വാസ്തവത്തിൽ മിശികായുടെ കൽപ്പന. നിങ്ങൾ ചുമതലപ്പെടുത്തിയതനുസരിച്ച്, നിങ്ങളുടെ കൽപ്പന അനുസരിച്ച് നിങ്ങൾ ചുമതലപ്പെടുത്തിയതനുസരിച്ച് ബലിയർപ്പിക്കട്ടെ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ജനങ്ങൾ പറയാണ് മിശികായുടെ കൽപ്പനകൾ അനുസരിച്ച്. കൽപ്പനകൾ 3 പ്രാവശ്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ വചനങ്ങളെയാണ് ഇവിടെ കൽപ്പനകൾ എന്ന് പറയുന്നത്. ആ കൽപ്പനകൾ അനുസരിച്ചാണ് അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് അങ്ങ് മിശിഹായുടെ കൽപ്പന അനുസരിച്ച് കുർബാന അർപ്പിച്ചാലും മിശിഹായുടെ കൽപ്പന അനുസരിച്ചാണ് ബലിയർപ്പിക്കുന്നതെന്ന് കാർമികനെ ആരാധന സമൂഹം അനുസ്മരിപ്പിക്കുകയാണ്. അത് കേൾക്കാൻ വേണ്ടിയാണ് കാർമികൻ പുക്താനഹോൻ എന്ന് തുടക്കത്തിൽ പറയുന്നത്. ദൈവജനം അത് അംഗീകരിച്ച് ഏറ്റുപറയുകയാണ്. നിങ്ങളുടെ ചുമതലപ്പെടുത്തലും വേണ്ട, മിശിഹായുടെ കൽപ്പനയും വേണ്ട, ഇതൊക്കെ എൻ്റെ തോന്നിയാസമാണ് എന്ന് വിചാരിക്കുന്ന വൈദികരാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെ തുടങ്ങണേ. അത് തുടങ്ങാനായിട്ട് ചില മെത്രാന്മാരെ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ്? അവർക്ക് ഈ പുക്താനത മിശിക എന്ന വാക്കുകളുടെ അർത്ഥം അറിയില്ല. ഞങ്ങൾക്കെല്ലാം അറിവുണ്ടെന്ന് അവർ പറയുന്നുണ്ടായിരിക്കാം, അറിയില്ല. അഥവാ അറിയാമെങ്കിലും അത് അവഗണിക്കാൻ ഗർവ് കാണിക്കുന്നു, ധാർഷ്ട്യം കാണിക്കുന്നു. മിശിഹായുടെ കൽപ്പനയോ കർത്താവിന്റെ കൽപ്പനയോ ജനങ്ങളുടെ ചുമതലപ്പെടുത്തലോ ഞങ്ങളല്ലേ എല്ലാത്തിനും അധികാരികൾ, കർത്താവിന് മേലെ ഞങ്ങളല്ലേ എന്ന് വിചാരിക്കുന്നവരുണ്ടാകാം. അത് അവരുടെ അറിവില്ലായ്മയോ ധാർഷ്ട്യമോ ആണ്. മിശിഹായുടെ കൽപ്പന അനുസരിച്ച് അങ്ങ് ബലിയർപ്പിച്ചാലും ഇത് വളരെ സുപ്രധാനമാണ്. വൈദികന്റെ സ്വകാര്യ കർമ്മമല്ല കുർബാന. അതുകൊണ്ട് വൈദികന് തോന്നിയ പോലെ അവിടെയും ഇവിടെയൊക്കെ കൂട്ടിച്ചേർക്കാനോ വിട്ടുകളയാനോ അനുവാദമില്ല. അംഗീകരിച്ച തക്സയിൽ നിന്ന് വിട്ടുകളയാൻ മാർപ്പാപ്പയ്ക്ക് പോലും അനുവാദമില്ല. അംഗീകരിക്കുന്നതിന് മുമ്പ് പല കാര്യങ്ങളും ചർച്ചയൊക്കെ ചെയ്യും. പക്ഷെ ഒരിക്കൽ അംഗീകരിച്ച് നൽകപ്പെട്ട് കഴിഞ്ഞാൽ
അത് മാറ്റാനോ മാറ്റിമറിക്കാനോ മാർപ്പാപ്പയ്ക്കോ മെത്രാനോ ഒന്നും അനുവാദമില്ല. വീണ്ടും പരിഷ്കരിക്കുന്ന സമയത്ത് അതൊക്കെ ചെയ്യാം. പക്ഷെ ഒരിക്കലും അംഗീകരിച്ച തക്സ നിലനിൽക്കുന്ന കാലത്തോളം മറ്റൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇത് റദ്ദാക്കുന്ന കാലം വരെ ഈ കുർബാനയിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്നവിടെ എഴുതിയിട്ടുണ്ട്. മിശിഹായുടെ കൽപ്പന അനുസരിച്ചാണ് വൈദികൻ കുർബാന അർപ്പിക്കുന്നത്. അത് ജനങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ മറ്റേതെങ്കിലും ഒരു കുർബാന നിങ്ങൾ പോയി നോക്കുക. ലത്തീൻ കുർബാനയിൽ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ആദ്യമായിട്ട് ലത്തീൻ കുർബാന ചൊല്ലുന്നത് ബാംഗ്ലൂർ വെച്ചാണ് പഠിക്കാനായിട്ട് ചെല്ലുന്ന സമയത്ത്. അപ്പോൾ അവിടെ ഒരു ക്രിസ്തുരാജൻ്റെ പള്ളിയുണ്ട്. വളരെ സെൻസിറ്റീവായ ഒരു പള്ളിയാണ്. അവിടെയാണ് തമിഴ് കന്നഡിക പ്രശ്നത്തിന് വലിയ പ്രശ്നമുണ്ടായി. അവിടത്തെയുള്ള തമിഴ് വൈദികൻ്റെ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കലൊക്കെ ഉണ്ടായി. അങ്ങനെ വലിയ പ്രശ്നങ്ങളുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കുർബാന അർപ്പിക്കാനായിട്ട് ആളുകൾക്ക് ഇച്ചിരി പേടിയാണ്. ജനങ്ങൾ ഭയങ്കര സെൻസിറ്റീവാണ്. ഞാൻ ആദ്യമായിട്ട് എന്നെ വിളിച്ച സമയത്ത് നോമ്പുകാലമായിരുന്നു. എനിക്ക് നോമ്പുകാലത്ത് ഗ്ലോറി എന്ന പ്രാർത്ഥന ചൊല്ലില്ല എന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. ഞാൻ ലത്തീൻ നൃത്തത്തിൽ ആദ്യമായിട്ട് കുർബാന ചൊല്ലുകയാണ്. ഞാൻ അറിയാതെ ഗ്ലോറിയ എന്ന് പറഞ്ഞു. ഗ്ലോറിയ എന്ന പ്രാർത്ഥന നോമ്പുകാലത്ത് പാടില്ല. ഞാൻ ഗ്ലോറിയ എന്ന് പറയുകയും ജനത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, നോമ്പുകാലത്താണോ ഗ്ലോറിയ? ഞാൻ പറഞ്ഞു ഐ എം സോറി എന്ന് പറഞ്ഞു. ഉടനെ നിർത്തി. ഞാൻ ചൊല്ലിയ പാടെ നോമ്പ് കാലത്താണോ ഗ്ലോറിയ എന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ സോറി പറഞ്ഞു നിർത്തി. അദ്ദേഹം പിന്നെ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ അങ്ങനെ പറഞ്ഞതിൽ ക്ഷമിക്കുന്നു. ഞാൻ ഒരു വിരോധവും ഇല്ല, എനിക്കറിയില്ലായിരുന്നു, പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. ആ സമയത്ത് നമ്മുടെ സീറോ മലബാറിൽ എന്താണ് ഇങ്ങനെ ചെയ്യാത്തത്? ഇപ്പോൾ ഈ മുട്ടുകുത്തി ഇല്ലേ, ദൈവമേ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞുള്ള ഒരു പ്രാർത്ഥന കഴിയുമ്പോൾ അച്ഛൻ പാപമോചനം കൊടുക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. അതിപ്പോൾ ജനങ്ങളോട് ചൊല്ലിക്കുകയാണ്. ജനങ്ങൾ കൊണ്ട് ചൊല്ലാൻ പറ്റില്ല. അത് പാപമോചനം കൊടുക്കുന്ന, അബ്സല്യൂഷൻ കൊടുക്കുന്ന, പാപപ്പുറതി കൊടുക്കുന്ന വൈദികന്റെ പ്രാർത്ഥനയാണ്. അതിങ്ങനെ നിങ്ങൾ ചൊല്ലണമെന്ന് പറയുമ്പോൾ എന്തേ നമ്മുടെ അൽമാരിൽ ഒരാൾ എഴുന്നേറ്റെന്ന് അത് അച്ഛൻ്റെ അബ്സല്യൂഷൻ പ്രയർ അല്ലേ അച്ഛോ, ഞങ്ങൾ ചൊല്ലി ശരിയാകില്ല എന്ന് പറയാൻ എന്താ നമുക്ക് പറ്റാത്തേ? നിങ്ങൾ പറയണ്ടേ? അതുപോലെ വിശുദ്ധീകരണത്തിന് ബലിപീഠമേ സ്വസ്തി ജനങ്ങൾ ചൊല്ലിക്കുകയാണ്. അങ്ങനെ ചൊല്ലിക്കാൻ പറ്റില്ല. അത് അച്ഛൻ ഒന്നാമത്തിൽ ബാമയിൽ വന്നിട്ടല്ല അച്ഛൻ ആ പ്രാർത്ഥന ചൊല്ലുന്നത്. അതായത് സമാപന ആശീർവാദം കുത്തമ്മ കൊടുക്കുന്നത് ബലിപീഠത്തിൻ്റെ മധുബഹയുടെ വലത്തുവശത്ത് കോർണർ വന്നിട്ടാണ്. ദേവാലിവിരി ഉണ്ടെങ്കിൽ അത് തൊട്ട് പുറകിൽ എന്നിട്ട് സമാപന ആശീർവാദം അവൻ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയും മറഞ്ഞു എന്നാണ്. അങ്ങനെ സമാപന ആശീർവാദം കൊടുത്ത് കുരിശടയാളത്തല കൊടുത്ത് കൈസ്ലീവ് ഉപയോഗിച്ച് കൊടുത്തു കഴിയുമ്പോൾ വിരിയിടുകയാണ്. അച്ഛനെ കാണുന്ന പോലും ഇല്ല. അച്ഛൻ ബലിപീഠത്തിലേക്ക് ചെന്ന്, ബലിപീഠം എന്ന് പറയുന്നത് കർത്താവാണ്, കർത്താവിനോട് അച്ഛൻ വിട പറയുന്നതാണ് വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. നോക്കൂ, വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി ബലിപീഠത്തിൽ ചെന്നിട്ടാണ് പറയണേ. ആ ബലിപീഠം കർത്താവാണ്. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി, ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി എന്ന് സ്വസ്തി ചൊല്ലുകയാണ്. ജനങ്ങൾ ആരെങ്കിലും ബലിപീഠത്തിൽ ചെന്ന് സ്വസ്തി ചൊല്ലുന്നുണ്ടോ? അപ്പൊ ഈ പ്രാർത്ഥന നിങ്ങൾ കൂടെ ചൊല്ലിക്കോ എന്ന് പറയുമ്പോൾ അച്ഛോ, അത് അച്ഛൻ ബലിപീഠത്തിൽ തനിച്ച് സ്വകാര്യമായി ബലിപീഠമാകുന്ന കർത്താവിനോട് വിട ചൊല്ലുന്ന പ്രാർത്ഥനയാണ്, ഞങ്ങൾക്ക് ചൊല്ലാൻ അനുവാദമില്ല എന്ന് നിങ്ങൾ എന്തുകൊണ്ട് അൽമാര എഴുന്നിട്ടെന്ന് പറയുന്നില്ല? നിങ്ങൾക്കും അറിയില്ല. ആ ലത്തീൻ പള്ളിയിലെ മനുഷ്യരെ പോലെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതാണ് പ്രശ്നം. നമ്മുടെ പ്രശ്നം ഇതാണ്. അങ്ങനെ പറഞ്ഞാൽ അച്ഛൻ്റെ ശാപം ഉണ്ടാകുമെങ്കിൽ ആ ശാപവുമായിട്ട് പോകാൻ പഠിക്കണം. നമ്മൾ സത്യം പറഞ്ഞിട്ട് അച്ഛൻ ശപിക്കുകയും ആ ശാപം ഏൽക്കുകയും ചെയ്താൽ സത്യത്തിന് വേണ്ടിയുള്ള കുരിശഭരണമാണത്. അതേൽക്കണം. ഇതിൽ വിശ്വാസത്തിന് മരിക്കുക, വിശ്വാസത്തിന് വേണ്ടി മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം ഒരു ശാപം ഏൽക്കില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞാലേ അവർക്കാണ് ഏൽക്കുക. തിരിച്ച് നമ്മൾ സത്യം പറയുകയും ഇത് ഞങ്ങൾ ചോദ്യം ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവരെ നമ്മൾ ശപിക്കുകയും ചെയ്താൽ ആ ശാപം തിരിച്ചവർക്ക് കൊടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ ജീവിച്ചിരിപ്പില്ലെന്ന് വിശ്വസിക്കേണ്ടി വരില്ലേ? കർത്താവാണ് ദൈവം, അക്കാര്യം മറക്കരുത്. അച്ഛനല്ല ദൈവം, മെത്രാനല്ല ദൈവം, മാർപ്പാപ്പി അല്ല ദൈവം. ഈ പുക്താനഹോൻ പുക്താനദെ മിശിഹ ബൈബിളിൽ നമുക്ക് എവിടെയൊക്കെ ഉണ്ടെന്ന കാര്യം പിന്നീട്, അതായത് നിങ്ങൾ ചുമതലപ്പെടുത്തിയതനുസരിച്ച് അല്ല, ദൈവം ചുമതലപ്പെടുത്തിയത്, മിശിഹ ചുമതലപ്പെടുത്തിയതനുസരിച്ച് എന്നുള്ള ആ കർമ്മങ്ങളുടെ ബൈബിളിൽ പലയിടത്തുമുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ചുരുക്കത്തിൽ ഒന്നാമത്തെ കൂദാശക്രമം എന്ന് പറയുന്നത് നമ്മൾ ദിവസവും അർപ്പിക്കുന്ന അദ്ദായിമാരെ സ്ലീഹന്മാരുടെ കൂദാശക്രമം ആരംഭിക്കുന്നത് കുരിശ് വരച്ചുകൊണ്ടല്ല, പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ചൊല്ലിക്കൊണ്ടല്ല, പുക്താനഹോൻ പുക്താനദെ മിശിഹ ചൊല്ലിക്കൊണ്ടാണ്. അങ്ങനെ ആയിരിക്കട്ടെ എല്ലാ പള്ളികളിലും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.